ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണം റിലേറ്റഡ് റെസിപ്പി എന്ന് പറയുന്നത് ചെറുപയർ പരിപ്പ് പായസമാണ്. ഇതാണ് ചെറുപയർ പരിപ്പ്. നമ്മുടെ പച്ച ചെറുപയറിൻ്റെ ഉള്ളിൽ ഉള്ള പരിപ്പാണ് ഈ ചെറുപയർ പരിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാനിവിടെ 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ 2 കപ്പ് ശർക്കരയാണ്. നിങ്ങളുടെ കയ്യിൽ ശർക്കരയാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. എൻ്റെ കയ്യിൽ ശർക്കര പൊടിയാണ്, അതുകൊണ്ട് ഞാൻ 2 കപ്പ് അളന്നിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതന്നെ അത്യാവശ്യം നല്ല മധുരം വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ശർക്കര ഉരുക്കിയെടുക്കണം. അപ്പോൾ അതാ ഞാനിവിടെ ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാനിൽ ഈ ചെറുപയർ പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഞാനിപ്പോൾ ഒരു ചൂടായ പാനിലോട്ട് ഇട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെറുപയർ പരിപ്പ് പായസം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ഒരു ചെറുപയർ പരിപ്പ് പായസം ഇഷ്ടമുണ്ടാവും. ആ തേങ്ങാപ്പാലിൽ, പ്രത്യേകിച്ച് തേങ്ങാപ്പാലിലും ആ നെയ്യിലുമൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒക്കെ ഉള്ളൊരു പായസമാണ്. പാലട, സേമിയ അതൊക്കെ വേറെ തന്നെ ടേസ്റ്റാണ്. പക്ഷേ ഈ ഒരു ചെറുപയർ പരിപ്പ് പായസം മിക്കവർക്കും ഇഷ്ടമുണ്ടാവും. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ചെറുപയർ പരിപ്പ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് റോസ്റ്റാക്കി എടുത്തിട്ട് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗോൾഡൻ കളർ ആവുന്ന രീതിയിൽ നല്ലപോലെ റോസ്റ്റാക്കി എടുക്കാം. ഞാനിപ്പോൾ മാറ്റി വെച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പായസത്തിലൊന്ന് കടിക്കാൻ കിട്ടാനും വേണ്ടിയിട്ടാണ് കുറച്ച് അങ്ങനെ മാറ്റി വെച്ചത്. ഇനി നമ്മളിത് വേവിക്കുമല്ലോ, അപ്പോൾ വേവിക്കുമ്പോൾ നല്ല രീതിയിൽ ഉടഞ്ഞ് കിട്ടും. അപ്പോൾ കുറച്ച് നമുക്ക് കടിക്കാൻ പാകത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മുടെ പരിപ്പ് ഒന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഫ്ലെയിം പെട്ടെന്ന് തന്നെ ഓഫാക്കി എടുക്കുക. ഒത്തിരി കരിഞ്ഞു പോകാനൊന്നും നിൽക്കരുത്. പിന്നെ ആ ചൂടിലിട്ട് തന്നെ നല്ലപോലെ നമ്മൾ നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കും വേണേ, ഇല്ലെങ്കിൽ പെട്ടെന്ന് നിറം മാറുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടെ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പരിപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ നമ്മളിപ്പോൾ നല്ലോണം റോസ്റ്റ് ചെയ്ത് കൂടെ മിക്സ് ആക്കിയിട്ട് ഒരുമിച്ച് തന്നെ ഇനി നമുക്കിത് കഴുകണം. നമ്മൾ ആദ്യം ഇത് കഴുകുന്നില്ല, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിത് റോസ്റ്റ് ആക്കി എടുത്തിട്ടാണ് ഈ ഒരു പരിപ്പ് നമ്മൾ കഴുകി എടുക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ പരിപ്പ് ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഉരുളിയിലിട്ട് വെച്ചിട്ട് വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് അതിലൂടെ തന്നെ നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതോ അങ്ങനെ തന്നെയാണ് പായസം അതിൽ തന്നെയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുക്കറിൽ ഞാനിപ്പോൾ ഒരു 3 കപ്പ് വെള്ളം, ഞാനിപ്പോൾ എടുത്ത മെഷറിംഗ് കപ്പിൽ തന്നെയാണ് ഞാൻ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 2 വിസിൽ അങ്ങനെ നമ്മുടെ പരിപ്പ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു പരിപ്പിലോട്ട് ബാക്കി സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് നമ്മുടെ പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കര ഉരുക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കുക. അരിച്ചിട്ട് വേണേ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും കച്ചറക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇനി ഇത് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ടത് നമ്മുടെ ചുക്ക് പൊടിയും ചെറിയ ജീരകവും ഏലക്കായും ഇവ 3 കൂടെ ഒന്ന് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഈ ഒരു 3 സംഭവങ്ങളും ഈ പായസത്തിന് പ്രത്യേക ഒരു ഫ്ലേവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മിക്സ് ചെയ്യേണ്ട. അത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇടണേ. ചുക്ക് എന്ന് പറഞ്ഞത് നമ്മൾ ഉണങ്ങിയ ഇഞ്ചി ഉണ്ടാവില്ലേ, നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും ഒരു ഉണങ്ങിയ ഇഞ്ചി, ചെറിയൊരു കഷ്ണം. അതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 2-3 ഏലക്കായും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതാ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ തേങ്ങ ചിരവിയിട്ടുള്ള പാലാണ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1-ാം പാൽ മാറ്റി വയ്ക്കുക. 2-ാം പാലിൽ വേണം ഈ പരിപ്പ് വേവിച്ചെടുക്കാൻ കേട്ടോ. അങ്ങനെ ചെയ്യുക. എന്നിട്ട് 1-ാം പാൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ റെഡിമെയ്ഡ് തേങ്ങാപ്പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1-ാം പാലും 2-ാം പാലും എല്ലാം കൂടെ ഒരുമിച്ച് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് ഉള്ളത്. ഇനി അധികം പണിയൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത്, നിങ്ങളുടെ കയ്യിൽ തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ അത് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്തായാലും ചേർത്ത് കൊടുക്കുക. പ്രത്യേക ഒരു ഫ്ലേവറാണ്, പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ തേങ്ങാക്കൊത്ത് നമുക്കിവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ കാഷ്യൂനട്ടാണ്, അതുപോലെ മുന്തിരി. മക്കൾക്കൊക്കെ മുന്തിരി ഇഷ്ടമാണ്, പായസത്തിലാണെങ്കിലും അതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒരു മുന്തിരിയും കൂടെ ചേർത്തു എന്നുള്ളൂ. അതൊക്കെ നമ്മുടെ ചോയ്സാണ് കേട്ടോ.
അപ്പോൾ ഞാൻ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ആ നെയ്യോട് കൂടി ഈ പായസത്തിലേക്ക് സെർവ് ചെയ്യാണ്. നല്ലൊരു സ്മെല്ല് ഈ സമയത്ത് നമുക്ക് വരും. എല്ലാവരും ഈ ഒരു പായസം എന്തായാലും ഈ ഒരു ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല ഗംഭീര ടേസ്റ്റാണ്. നല്ല മധുരമൊക്കെ നല്ല ബാലൻസ് ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ വീഡിയോക്ക് ഒരു ലൈക്ക്, ഒരു കമൻറ്റ് കൊടുക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ടും വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ.